കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റ് പൊളിച്ചുപണിയുന്നതിന് എതിരെ പ്രതിഷേധവുമായി വ്യാപാരികൾ. ചർച്ച നടത്താതെ ഏകപക്ഷീയമായാണ് കോർപ്പറേഷന്റെ തീരുമാനമെന്നാണ് വിമർശനം. അധികൃതരുടെ സമീപനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ഒരു വിഭാഗം കച്ചവടക്കാർ. നഗരത്തിലെ മാർക്കറ്റ് പൊളിച്ചുമാറ്റി ആധുനിക സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടം പണിയാനാണ് കോർപ്പറേഷന്റെ തീരുമാനം. 55 കോടി രൂപ മുതൽ മുടക്കി ഷോപ്പിംഗ് മാൾ മാതൃകയിലാണ് മാർക്കറ്റ് നിർമ്മിക്കുന്നത്. എന്നാൽ കാലങ്ങളായി കച്ചവടം ചെയ്യുന്നവരെ അറിയിക്കാതെയാണ് കെട്ടിടം പൊളിച്ചു മാറ്റുന്നതെന്നാണ് വിമർശനം. കെട്ടിടം പൊളിക്കുന്ന സമയങ്ങളിൽ അവർക്ക് കോർപ്പറേഷന് കൊടുക്കേണ്ട കോർപ്പറേഷന് പല ഉത്തരവാദിത്തങ്ങളുണ്ട്. അവർക്ക് ഒഴിഞ്ഞു പോകാനുള്ള നോട്ടീസ് കൊടുക്കാം. ഇന്ന് വരെ അവർക്ക് ആർക്കും ഒരു നോട്ടീസോ കാര്യങ്ങളോ കോർപ്പറേഷൻ കൊടുത്തിട്ടില്ല. ഇവിടെ പെട്ടെന്ന് വന്നിട്ട് ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ കുടുംബമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അവർക്ക് ബദൽ സംവിധാനം ഒന്നും കാണാണ്ട് നിങ്ങൾ ഇവിടുന്ന് മാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ട് മാറാൻ? ഇനി മാറിയാൽ തന്നെ ഈ രീതിയിലുള്ള ഒരു സംവിധാനത്തോടുള്ള ഒരു മാർക്കറ്റ് നമുക്ക് നമ്മളെ തൊഴിൽ നിലനിർത്താൻ കിട്ടുമെന്നുള്ളത് നമുക്കറിയില്ല. കെട്ടിടം പൊളിക്കാനുള്ള തീരുമാനം മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. അധികൃതർ വാക്കാൽ മൂലമോ രേഖാമൂലമോ ഒരറിയിപ്പും നൽകിയിട്ടില്ലെന്നും കച്ചവടക്കാർ പറയുന്നു. ഇതിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം കച്ചവടക്കാർ കഴിഞ്ഞ ദിവസം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം. സാധാരണക്കാരെ കച്ചവടക്കാരാണ്, അല്ലാതെ ഇവിടെ കുത്തക മുതലാളിമാരോ ആരുമില്ല. അപ്പോൾ അവർ ഉപജീവനം നടത്തുന്ന ഒരു മാർക്കറ്റ് പൊളിച്ചിട്ട് പുതിയ മാർക്കറ്റ് കെട്ടേണ്ട യാതൊരു കാര്യവും ഇവിടെ ഇല്ല. അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനുള്ള ഒരു പ്രതിഷേധം എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും ഒരുമിച്ച് തന്നെ ഇതിന് പ്രതിഷേധിക്കുന്നത്. ഇപ്പോൾ കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിൽ ഒരു സ്റ്റേയും കിട്ടിയിരിക്കുന്നു. അതേസമയം നഗരത്തിന്റെ വികസനത്തിന്റെ ഭാഗമായാണ് ആധുനിക സംവിധാനങ്ങളോടെയുള്ള സെൻട്രൽ മാർക്കറ്റ് നിർമ്മിക്കുന്നതെന്നാണ് കോർപ്പറേഷന്റെ നിലപാട്. ഫിഷറീസ് വകുപ്പിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ സാങ്കേതിക സഹായത്തോടെ 3 നിലകളിലായാണ് നിർമ്മാണം. നവീകരണത്തിന്റെ ഭാഗമായി കച്ചവടക്കാർക്ക് ബദൽ സംവിധാനം ഒരുക്കുമെന്നും അധികൃതർ പറഞ്ഞു. ജനം, കോഴിക്കോട്.